താങ്കൾക്കെതിരെയുള്ള ഒരു ക്രിറ്റിസിസം പൊതുവെ കേട്ടിട്ടുള്ളത് ഈ യൂറോപ്യൻ കൺട്രീസ് അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിൽ പോയിട്ട് അവിടെ നിന്ന് കേരളത്തെ അല്ലെങ്കിൽ ഇന്ത്യയെ നോക്കിക്കൊണ്ട് ഒരു കമ്പാരിസൺ വരിക, അവിടുത്തെ സിവിക് സെൻസിനെ പറ്റി പറയാം, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റി പറയാം, എന്നിട്ട് കേരളത്തെ അല്ലെങ്കിൽ ഇന്ത്യയെ കമ്പയർ ചെയ്യാം. എങ്ങനെയാണ് ജസ്റ്റിഫൈ? അല്ല, അത് ഇപ്പോൾ ഇത്രയുള്ളതിൻ്റെ സിമ്പിൾ കാര്യം. ഇപ്പം നമ്മൾ യൂറോപ്പിൽ അല്ലെ വെസ്റ്റേൺ രാജ്യത്ത്, എനിക്കങ്ങനെ വെസ്റ്റ് ഈസ്റ്റ് എന്ന് വ്യത്യാസമൊന്നുമില്ല. ഇപ്പം ജപ്പാനിൽ പോയി നിന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അത് ചെയ്യാം, ഞാൻ റെഡിയാണ്. പ്രശ്നം ഇതാണ്, നമ്മൾ ഇപ്പോൾ ഇവിടെ ഒരു ക്യാമറ ഇരിപ്പുണ്ട്. ഈ ക്യാമറയും ഈ ഫോട്ടോഗ്രാഫി ടെക്നിക്കുകൾ എവിടെ നിന്ന് വന്നതാ? ആണോ? നിങ്ങളുടെ ഈ മൊബൈൽ ഫോൺ ഇരിപ്പുണ്ട്. ആദ്യം ലോകത്ത് മൊബൈൽ ഫോൺ എവിടെയാണ് ഇറങ്ങിയത്? നിങ്ങൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, അത് എവിടെ നിന്നാണ് വന്നത്? ഈ വൈദ്യുതി എവിടെ നിന്നാണ് നിങ്ങൾക്ക് അതിൻ്റെ ആശയം കിട്ടിയത്? എയർ കണ്ടീഷണർ ആരാണ് ആദ്യം കണ്ടുപിടിച്ചതും കൊണ്ടുവരികയും ചെയ്തത്? നമ്മുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന എല്ലാ കാര്യത്തിലും നമുക്ക് അവരെ ആശ്രയിക്കാം, അവിടെ നിന്ന് കോപ്പി അടിക്കാമെങ്കിൽ ദൈനംദിന ജീവിതത്തിലും കോപ്പി അടിച്ച് ആ സിസ്റ്റത്തിൽ പോകുന്നത് എന്താ തെറ്റ്? അതിങ്ങനെ കുറച്ചിലാവുന്നത്? ഞാൻ ചോദിക്കട്ടെ, വിമാന ടെക്നോളജി നമ്മളുടെ പുരാണങ്ങളിലൊക്കെ പറയുന്നുണ്ടായിരുന്നു, പക്ഷെ നമുക്കത് നടത്തി കാണിക്കാൻ പറ്റിയില്ല. നമ്മുടെ ആശയപരമായിട്ട് ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. മെഡിസിൻ, ആയുർവേദം. പക്ഷേ അത് ഇന്ന് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായാൽ നിങ്ങൾ ആയുർവേദ ഹോസ്പിറ്റലിൽ പോവുക, മോഡേൺ മെഡിസിന് പോവുക പെട്ടെന്ന് കൈയൊടിഞ്ഞാൽ. പണ്ടൊക്കെ എൻ്റെ ബാല്യകാലത്തൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ നാട്ടിലൊരു നാട്ടുവൈദ്യനുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ അടുത്താണ് വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിനേക്കാൾ ക്വിക്കായിട്ട് കാര്യങ്ങൾ സയൻസിനെയും ടെക്നോളജി ആശ്രയിക്കാൻ തുടങ്ങി, ശാസ്ത്രീയമായ ജീവിതത്തെ ആശ്രയിക്കാൻ തുടങ്ങി. മാലിന്യ നിർമ്മാർജ്ജനം മുതൽ മനുഷ്യൻ ഓരോ ദിവസവും നേരിടുന്ന ഓരോ പ്രശ്നത്തിനും അവിടെ സൊല്യൂഷൻ അവർ കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ പിന്നെ അവരെ മാതൃകയാക്കണം എന്നല്ല, പിന്നെ ഞാൻ ആരെ മാതൃകയാക്കണമെന്ന് പറയും? നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ സൗകര്യങ്ങളും അവിടുന്ന് കോപ്പി അടിച്ചതാണെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവിടെ സൊല്യൂഷൻ ഉണ്ടെന്നേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ അത് ഇന്ത്യക്കാരെ പരിഹസിക്കുന്നതല്ല, അല്ലെങ്കിൽ നമ്മുടെ നാടിനെ പരിഹസിക്കുന്നതല്ല. നിങ്ങൾ നോക്കൂ, ഇവിടെ അതിന് സൊല്യൂഷൻ ഉണ്ട്, നമുക്ക് എന്തുകൊണ്ട് അത് ചെയ്തുകൂടാ? അതെങ്ങനെയാണ് തെറ്റാവുന്നത്? താങ്കളുടെ ഇതൊരു പോസിറ്റീവ് ക്രിറ്റിസിസം ആണ്. ഇപ്പൊ ഈ എക്സ്പ്ലനേഷൻ വെച്ച് അതാണ്. പക്ഷെ അത് കാണുന്ന ഒരാൾ അങ്ങനെ ആവണം എന്നില്ല അതിനെ എടുക്കുന്നത്. അത് കുറച്ചുകൂടെ പ്രായമാവുകയും കുറച്ചുകൂടെ ലോക വിവരം ഉണ്ടാവുകയൊക്കെ ചെയ്യുമ്പോൾ അതിലേക്ക് വളരും. കാരണം ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഒരാൾക്ക് അത് തോന്നാത്തത് ഇത് തമ്മിലുള്ള വ്യത്യാസം അറിയത്തില്ലാത്തത് കൊണ്ടാണ്, ചിന്തിക്കാത്തതുകൊണ്ടാണ്. ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ എനിക്ക് ഇപ്പോഴും പറ്റാറില്ല. ഇപ്പോൾ ഒരു ടെലിവിഷൻ പരിപാടിയുടെ ഭാഗമായിട്ട് പറയുമ്പോൾ ഇത്രയും വിശദീകരണം കൂടെ പുറകെ പറയാൻ പറ്റില്ലല്ലോ. എന്നാൽ ചിന്തിക്കാൻ കഴിയുന്ന ഒരാൾക്ക് ഇതാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഉത്തരവുണ്ട്. ഇത് ഞാൻ ഈ പറഞ്ഞ സാധനം കൺവിൻസിങ് ആണല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാനിപ്പോൾ എൻ്റെ ഇന്ത്യൻ യാത്രകളാണ് നോക്കൂ. സഞ്ചാരത്തിൻ്റെ ഏതാണ്ട് ഒരു 1/3 ഞാൻ ഇന്ത്യൻ യാത്രകളാണ് കാണിച്ചിരിക്കുന്നത്. ഹിമാലയ യാത്രകൾ, ഇന്ത്യയിലെ ഏതാണ്ട് 17 സ്റ്റേറ്റുകൾ ഞാൻ സഞ്ചാരത്തിൽ കവർ ചെയ്ത് കഴിഞ്ഞു. അതിനകത്തൊക്കെ കാണിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ അത്ഭുതങ്ങളെക്കുറിച്ച് തന്നെയാണ്. ഇപ്പം മധ്യപ്രദേശിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഇൻഡോർ സിറ്റിയുടെ വൃത്തി, അല്ലെങ്കിൽ അവിടെ ചപ്പൻ തൂക്കാൻ എന്ന് പറയുന്ന ഫുഡ് സ്ട്രീറ്റ്, ഇങ്ങനെ ഓരോന്നും ഞാൻ എടുത്ത് ഹൈലൈറ്റ് കാണിക്കുന്നുണ്ട്. അവിടുത്തെ നേട്ടം, മഹത്വം, പുരാതനമായ ഇന്ത്യയുടെ അവശേഷിപ്പുകൾ, അതിൻ്റെ മഹത്വം, ഇതെല്ലാമാണ് ആ എപ്പിസോഡുകൾ. കണ്ടു നോക്കൂ. അതിനകത്ത് ഒരിടത്തും ഞാൻ ഇന്ത്യയെ വിമർശിച്ച ഒരു ദൃശ്യം അതിനകത്ത് നിങ്ങൾ കാണില്ല. ഞാൻ അവിടെ വിമർശിക്കാൻ പോകുന്നതല്ലത്. അവിടെ ഞാൻ ഇന്ത്യയുടെ വലിപ്പം എന്താണെന്ന് കാണിക്കാൻ പോകുന്ന സഞ്ചാരത്തിൽ അത് ഞാൻ ചെയ്യുന്നുണ്ട്. എന്നാൽ മാലിന്യ നിർമ്മാർജ്ജനം പോലുള്ള പ്രശ്നം വരുമ്പോൾ വിമർശിക്കണ്ടേ, പരിഹസിക്കണ്ടേ? ഞാൻ വേറെ ഏതെങ്കിലും കാര്യം, ജെനുവിനായ ഒരു കാര്യത്തെ ഞാൻ ഒരിക്കലും പരിഹസിക്കാറില്ല. ഞാൻ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഒരു നാടിനെയോ അല്ലെങ്കിൽ എൻ്റെ വിശ്വാസത്തിൻ്റെ പേരിൽ ഒരു സമൂഹത്തെയോ ഞാൻ ഒരിക്കലും അധിക്ഷേപിക്കാറില്ല. നമ്മൾ സമൂഹം എന്ന നിലയിൽ കാണിക്കുന്ന മണ്ടത്തരങ്ങളെ നമ്മൾ വിമർശിക്കണം. ഏറ്റവും പ്രധാനം വൃത്തിയെയും മാലിന്യ സംസ്കരണത്തെയും കുറിച്ചാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടാവുക. നിങ്ങൾ കേട്ടു നോക്കിക്കോളൂ. സിവിക് സെൻസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ സിവിക് സെൻസ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഒരു നഗരത്തിൽ അല്ലെങ്കിൽ ഒരു ബസ് കാത്ത് നിൽക്കുമ്പോൾ, ഒരു ട്രെയിൻ കാത്ത് നിൽക്കുമ്പോൾ ക്യൂ നിൽക്കുന്ന ഒരു സംസ്കാരം പോലും ഇപ്പോഴും ആയിട്ടില്ലെങ്കിൽ അത് വിമർശിക്കപ്പെടേണ്ടത് തന്നെയല്ലേ? ഇത്രയും വിദ്യാഭ്യാസം കൊടുത്ത് 20 വർഷം പഠിപ്പിച്ചിട്ടാണ് കുട്ടികളെ ഓരോരുത്തരും നമ്മൾ പുറത്തേക്ക് വിടുന്നത്, അല്ലേ? യൂറോപ്യൻ നാടുകളിലും 20 വർഷമൊക്കെയാണ് ഒരു ഡിഗ്രിയോ പോസ്റ്റ് ഗ്രാജുവേഷനോ വരെ കുട്ടികൾ പഠിക്കുന്നത്. ഈ പഠിച്ചിട്ട് ഇറങ്ങുന്നവനിൽ സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ സിവിക് സെൻസ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഇവിടെ എങ്ങനെയാണ് അത് ഇല്ലാതെ പോകുന്നത്? നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം പരിഷ്കരിക്കണം. അതുകൊണ്ടൊന്നും അല്ലെന്നേ ഞാൻ പറഞ്ഞത്. നമ്മളെല്ലാവരും അങ്ങനത്തെ ആൾക്കാരല്ലല്ലോ. ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളും നമ്മുടെ സമൂഹത്തിൽ പൂർവികരായെന്ന് ചിന്തിച്ച് നോക്കി. ഇന്നത്തെ മോഡേൺ വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്തവരും സമൂഹത്തിൻ്റെ ചിട്ടകളനുസരിച്ചും മാന്യമായിട്ടും നല്ല മനുഷ്യരെ പോലെ വളർന്ന ചിന്തയോടുകൂടിയൊക്കെ ജീവിച്ച ആൾക്കാരല്ലേ നമ്മൾ. അപ്പം നമ്മുടെ കുട്ടികളെ, ഒരു കൊച്ചു കുട്ടിയെ നേഴ്സറി കൊണ്ടുപോയി പഠിപ്പിക്കുമ്പോൾ
നമ്മളിവിടെ പഠിപ്പിക്കുന്നതിനപ്പുറം കുറേ കാര്യങ്ങൾ പഠിപ്പിക്കണം. നേഴ്സറി സ്കൂളുകളിൽ പഠിക്കേണ്ട ചില ചിട്ടകളുണ്ട്. ഇപ്പം ഞാൻ സിമ്പിളായിട്ടുള്ള വേറൊരു ലോജിക്ക് പറയാം. അതായത് ഒരു കുറ്റപ്പെടുത്തലോ അല്ലെങ്കിൽ ഒരു വേറൊരർത്ഥത്തിൽ കാണരുത്. മതവിദ്യാഭ്യാസം നടക്കുമ്പോൾ ഏറ്റവും ബാല്യത്തിൽ പഠിക്കുന്ന മതത്തിൻ്റെ വിശ്വാസങ്ങൾ മരിക്കുന്നിടം വരെ മനുഷ്യൻ ഒരു ഇഞ്ച് മാറാതെ പാലിക്കുന്ന സമൂഹങ്ങളില്ലേ ഈ ലോകത്ത്? പല മതങ്ങളിലും അങ്ങനെയല്ലേ? അപ്പോൾ ഏറ്റവും ബാല്യത്തിൽ അത് തലയ്ക്കകത്തോട്ട് കയറി എന്നതുകൊണ്ടല്ലേ അത് ഏത് സ്റ്റേജിലെത്തി കഴിയുമ്പോഴും അതിൽ നിന്ന് ഒരണുവിടെ ചലിക്കാതെ അത് പുലർത്തിക്കൊണ്ട് പോകാൻ ആളുകളെ പര്യാപ്തമാക്കുന്നത്. ഇതേപോലെ സമൂഹത്തിൻ്റെ നിയമങ്ങളും പഠിപ്പിച്ചുകൂടെ നമുക്ക് കുട്ടികളെ? അതേ മട്ടിൽ തന്നെ പൗരബോധം നമുക്ക് പഠിപ്പിച്ചുകൂടെ കുട്ടികളെ? മതവിദ്യാഭ്യാസം മാത്രമേ ഇത്ര ചെറുപ്പത്തിൽ തലയ്ക്കകത്ത് കയറുന്നില്ലല്ലോ. പൗരബോധം ആ മട്ടിൽ തന്നെ കയറില്ലേ? അതിനാര് എഫേർട്ട് എടുക്കുന്നുണ്ട്? നമ്മുടെ വിദ്യാഭ്യാസ വിചക്ഷണന്മാരെന്ന് പറയുന്ന പലരും എനിക്ക് തോന്നുന്നത് അവരുടെ ഒരു ലോകത്തിരുന്നുകൊണ്ട് എല്ലാത്തിനെയും കാണുകയും ലോകം എങ്ങനെ അതിനെ നടപ്പാക്കുന്നതെന്ന് പലപ്പോഴും പഠിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ വിചക്ഷണന്മാരൊന്നും മോശക്കാരായതുകൊണ്ടല്ല, രാഷ്ട്രീയമായ പല കെട്ടുപാടുകളും അവർക്കുണ്ടാകുന്നു എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ അവർ റെസ്ട്രിക്റ്റഡ് ആവുന്നുണ്ടാവാം. സൊസൈറ്റി എങ്ങനെ ഉണ്ടാവും? വിദ്യാഭ്യാസത്തിലൂടെയല്ലേ ഇത് വരുന്നത്. ആരെങ്കിലും പഠിപ്പിച്ചു കൊടുക്കുമ്പോഴല്ലേ സൊസൈറ്റിക്കും അതിനുള്ള ആശയം ഉണ്ടാകുന്നത്. സൊസൈറ്റിയിൽ ഇപ്പോൾ ലോകം അല്ലെങ്കിൽ ഒരു ടെക്നോളജി കാണാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഒരു ജീവിതചര്യയെ പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുക? ഇപ്പം ആധുനിക സമൂഹത്തിൽ ഇപ്പോൾ ഉദാഹരണത്തിന് സോഷ്യൽ മീഡിയ, നമ്മുടെ പൂർവികർക്ക് നമ്മളെ പഠിപ്പിക്കാൻ കഴിയുമായിരുന്നു സോഷ്യൽ മീഡിയയിൽ എന്ത് മര്യാദ പാലിക്കണമെന്ന്. കാരണം അവർ കണ്ടിട്ടില്ല, അങ്ങനെ ഒരു സങ്കല്പം ഇല്ല അവർക്ക്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ എങ്ങനെ മനുഷ്യരെ വ്രണപ്പെടുത്താതെ നമ്മൾ പെരുമാറണമെന്ന് ഇന്നത്തെ കാലത്ത് പഠിപ്പിക്കേണ്ടതല്ലേ സത്യത്തിൽ? മതപരമായും രാഷ്ട്രീയപരമായിട്ടും വ്യക്തിപരമായിട്ടും അന്യനെ വേദനിപ്പിക്കാതെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് എവിടെയെങ്കിലും പഠിപ്പിക്കുന്നതായിട്ട് ഇതേവരെ കേട്ടിട്ടുണ്ടോ? പഠിപ്പിക്കേണ്ടതല്ലേ? സോഷ്യൽ മീഡിയ അല്ലേ ഇന്നൊരു മനുഷ്യനെ ഏറ്റവും വേണമെങ്കിൽ ആത്മഹത്യ വരെ ചെയ്യിക്കാൻ പ്രാപ്തമല്ലേ ഒരു വ്യക്തിയെ സോഷ്യൽ മീഡിയയിലൂടെ സ്വന്തം സമൂഹത്തിന്, സ്വന്തം ബന്ധുക്കൾക്ക്, സ്വന്തം സുഹൃത്തുക്കളെന്ന് കരുതുന്നവർക്ക് വേണമെങ്കിൽ അങ്ങനെ വേണം ചെയ്യാൻ പറ്റില്ലേ? അപ്പോൾ അതിനൊരു ട്രെയിനിങ് നമ്മുടെ സമൂഹത്തിന് കൊടുക്കേണ്ടതല്ലേ? ഡ്രൈവിങ് ഇനിയുള്ള കാലത്ത് നമുക്ക് ഉറപ്പല്ലേ നമ്മുടെ കുട്ടികൾ ഒരാളും വണ്ടി മേടിക്കാത്ത ഉണ്ടാവില്ല. അതായത് ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന എല്ലാ കുട്ടികളും ഡിഗ്രി എത്തുന്നതോടുകൂടി, ഡിഗ്രി കഴിയുന്നതോടുകൂടി അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ജോലി ആകുന്നതോടുകൂടി ആദ്യം വാങ്ങുന്നത് ലോൺ എടുത്തിട്ടാണെങ്കിലും ഒരു വണ്ടിയായിരിക്കും, ഒരു കാറായിരിക്കും. അങ്ങനെയെങ്കിൽ ഹയർ സെക്കൻഡറി മുതലെങ്കിലും റോഡ് നിയമങ്ങളും റോഡിലെ ചിട്ടകളും മര്യാദകളും പഠിപ്പിക്കേണ്ടതല്ലേ നിർബന്ധപൂർവ്വം? ആദ്യം ഈ പറഞ്ഞ ഡ്രൈവിംഗ് ലൈസൻസ് മേടിക്കാൻ പഠിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളുകാരൻ പഠിപ്പിച്ചാലേ ശരിയാവുള്ളൂ എന്ന് ആര് തീരുമാനിച്ചു? അതോ സിലബസിൻ്റെ ഭാഗമായിട്ട് വരേണ്ട ഒരു പ്രധാന കാര്യമാണോ ഡ്രൈവിംഗ്, റോഡിലെ നിയമങ്ങൾ? ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് റിസ്കിയായ ഒരു അഡ്മിനിസ്ട്രേഷൻ നടക്കുന്ന റോഡിലല്ലേ ഒരാൾ. അത് പഠിപ്പിക്കേണ്ടതല്ലേ സിലബസിൻ്റെ ഭാഗമായിട്ട്? അതിന് സമൂഹത്തിന് പഠിപ്പിക്കാൻ പറ്റുമോ? അപ്പോൾ റോഡിലെ മര്യാദകൾ, റോഡിൽ എവിടെയൊക്കെ ഹോണടിക്കാം, എവിടെയൊക്കെ വേസ്റ്റ് വലിച്ചെറിയാം, എവിടെയൊക്കെ സൈഡ് കൊടുക്കണം, എവിടെയൊക്കെ ഓവർടേക്ക് ചെയ്യാം, എവിടെയൊക്കെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല, റോഡിലെ ഓരോ വരയുടെയും അർത്ഥം എന്ത്, ഇതൊക്കെ ആര് പഠിപ്പിക്കും? പിന്നെ ഈ ഇന്ത്യൻസിനെ മോശമായി ചിത്രീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണല്ലോ നേരത്തെ പറഞ്ഞത്. പല വിദേശ രാജ്യങ്ങളിലും ഇന്ത്യക്കാരോടൊരു ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട് എന്ന് താങ്കൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതായത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതൊരു ഇന്റർവ്യൂവിൽ ഞാൻ തന്നെ കേട്ടു, താങ്കളുടെ റെസ്റ്റോറൻറ്റിൽ പോയി ഇന്ത്യക്കാർക്കുള്ള ബിഹേവിയർ മറ്റുള്ളവർക്കുള്ള ബിഹേവിയർ, കാരണം ഇന്ത്യക്കാർ ആ രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്. അത്തരം ഒരു കോമൺ കാഴ്ചപ്പാട് എല്ലായിടത്തും ഉണ്ടോ? അതുകൊണ്ടാണോ നമ്മളെ പുറത്തു പോകുമ്പോൾ സെക്കൻഡ് സിറ്റിസൺ ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടുന്നത്? രാജ്യങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലില്ല. ഇപ്പോൾ ഒരു ഹോട്ടലുകാർക്ക് അങ്ങനെ ഉണ്ടാവും. അത് കാര്യം വെച്ചാൽ സ്ഥിരമായിട്ട് ഇന്ത്യക്കാരെ അവിടെ ട്രീറ്റ് ചെയ്യുമ്പം ഇന്ത്യക്കാരുടെ ചില സ്വഭാവവിശേഷങ്ങൾ അവർക്ക് ശീലമായതുകൊണ്ടാണ്. അത് നമ്മൾ തന്നെ ഒരു ഇന്ത്യൻ പാക്കേജ് ടൂറിൻ്റെ ഭാഗമായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഒരു പാശ്ചാത്യരുടെ ഒരു പാക്കേജ് ടൂറിന് വരുന്നത് പോലെ എല്ലാവരും ബിഹേവ് ചെയ്യുക. അവരുടെ സംസാര രീതി, അതിൽ നിന്നുണ്ടാകുന്ന ശബ്ദം, അവിടെ സമയത്തെത്താൻ പറഞ്ഞ എത്തുന്ന സമയം, കൃത്യനിഷ്ഠകൾ, ഹോട്ടൽ മുറിയിൽ ഇതൊക്കെ ഞാൻ കൃത്യമായി പഠിച്ചിട്ട് ഉദാഹരണ സഹിതം പറയണമെന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ 10% മാത്രം പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇന്ത്യക്കാർ താമസിച്ചൊരു ഹോട്ടലിൽ അവർ രാവിലെ ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ആ മുറി ചെന്ന് നോക്കിയാൽ ആ മുറി എങ്ങനെ കിടക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അത് കാണാതെ നിങ്ങൾക്ക് ഞാൻ എത്ര പറഞ്ഞാലും മനസ്സിലാകില്ല. അതായത് നമ്മൾ 3000 രൂപ കൊടുത്ത് ഒരു മുറി വാടകയ്ക്ക് എടുത്തതാണ്, നമ്മൾ ഡിസ്കൗണ്ട് ചോദിച്ചിട്ട് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല എങ്കിൽ അവരിറങ്ങുമ്പോൾ ആ ടർക്കി വരെ നിലത്തിട്ട് ചവിട്ടി അരച്ച് ചെളിയും പിടിപ്പിച്ചിട്ട് ഇറങ്ങിപ്പോരുള്ളൂ. ഇത് സത്യമാണ്. ഇത് സ്ഥിരമായിട്ട് അവിടെ കാണുന്ന ഹോട്ടൽ ജീവനക്കാർ, ഞാൻ ഈ പറയുന്ന കമൻറ്റ് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്നാൽ ലോകത്തിൻ്റെ നാനാഭാഗത്ത് ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരുണ്ട് മലയാളികൾ, അവരൊന്ന് കമൻ്റ് ഇടട്ടെ സത്യസന്ധമായിട്ട്.
ഇതൊക്കെ കാണുന്ന ഒരു സമൂഹത്തിലെ ആളുകൾ അപകടകാരികളായ ഒരു ടീം വരുന്നുണ്ട്, ശ്രദ്ധിക്കണം എന്ന് വാണിംഗ് കൊടുക്കും. അത്രേ ഉള്ളൂ. അതിനർത്ഥം എല്ലാ ഇന്ത്യക്കാരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. ഈ നമ്മൾ അത്തരം കാര്യങ്ങളിൽ ഈ പറഞ്ഞ സിവിക് സെൻസ് പഠിപ്പിക്കാതെ വിടുന്നത് കൊണ്ട് മര്യാദകേടുകൾ കാണിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് പറക്കുന്ന വിമാന കമ്പനികളിലൊക്കെ ആദ്യകാലത്ത്, ഇപ്പോഴുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, അന്ന് മദ്യം വിളമ്പുമ്പം എല്ലാവർക്കും ചിലപ്പോൾ ചോദിച്ചാൽ അല്ലെങ്കിൽ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും, ഒരു പെഗ് കൊടുക്കും, അതാണ് എൻ്റെ രീതി. പക്ഷേ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. വിമാനം ലാൻഡ് ചെയ്യുവോളം 5-6 തവണ ചോദിച്ചുകൊണ്ടേയിരിക്കും. ബാക്കിയുള്ളവർക്ക് അങ്ങനെ തോന്നാത്ത എന്തുകൊണ്ടാണ്? മറ്റു രാജ്യക്കാർക്ക് അവരും നമ്മളെക്കാൾ മദ്യപിക്കുന്നവരായിരിക്കാം. അപ്പം ഞാൻ പറഞ്ഞു, ഇത്തരം ചില കാര്യങ്ങളുള്ള അറിവില്ലായ്മയോ അല്ലെങ്കിൽ നമ്മളുടെ വിവരക്കേട് തന്നെ പറയണത്, അത് മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്ന ഇമ്പ്രഷൻ എന്താ? ഈ എയർലൈൻ സ്റ്റാഫിന് നമ്മളോട് ഉണ്ടാക്കുന്ന ഇമ്പ്രഷൻ എന്താ? എന്തുകൊണ്ടാണ് കേരളത്തിലേക്ക് പറക്കുന്ന വിമാനങ്ങളെല്ലാം പഴഞ്ചൻ വിമാനം മാത്രം വിടുന്നത്? ഈ എമിറേറ്റ്സ് ആണെങ്കിലും എത്തിഹാദ് ആണെങ്കിലും ഒക്കെ. ദുബായിൽ നിന്ന് യൂറോപ്പിലേക്ക് പറക്കുന്ന വിമാനത്തിലും കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് പറക്കുന്ന വിമാനത്തിലും യാത്ര ചെയ്യുന്ന ആളാണ് ഞാൻ. അവിടുന്ന് അങ്ങോട്ട് പറക്കുന്ന വിമാനം ഏത് കണ്ടീഷനിലാണെന്നും ഇവിടുന്ന് ഇങ്ങോട്ട് പറക്കുന്ന ഏത് കണ്ടീഷനിലാണെന്നും കാണുന്ന ഒരാളാണ് ഞാൻ. ഇതൊക്കെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മാസവും വിദേശയാത്ര നടത്തുന്ന ഒരാളാണ് ഞാൻ.